നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണീ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്തു. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു എന്നാണ് ഐതിഹ്യം. ഇടതുകൈയിൽ കമണ്ഡലവും വലതുകൈയിൽ അക്ഷമാലയും ഏന്തി ശുഭവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം. പരമേശ്വരന്റെ പ്രീതിക്കായി കയ്യിൽ ജപമാലയും കമണ്ഡലവും ഏന്തി തപസ്സു ചെയ്ത പാർവതി ദേവി ഒടുവിൽ ശിവപ്രീതിക്ക് അർഹയാവുകയും പാർവതിയുടെ പ്രേമം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. പാർവതിയുടെ തന്നോടുള്ള ഭക്തിയിലും പ്രേമത്തിലും തൃപ്തനായ പരമശിവൻ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തിഭാവങ്ങളിൽ ബ്രഹ്മചാരിണീ ഭാവത്തിലാണ് നവരാത്രിയുടെ രണ്ടാം ദിനം ആരാധന. ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള ദേവീ പൂജയിലൂടെ കടങ്ങളിൽ നിന്നുള്ള മോചനവും ഉപകരണങ്ങൾ പ്രയോഗിക്കുന്നതിലുള്ള സാമർഥ്യവും ഫലമായി ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട്. ബ്രഹ്മചാരിണി സന്യാസ ജീവിതത്തെ പ്രതീകപ്പെടുത്തുന്നു. ഏവർക്കും നല്ലൊരു നവരാത്രി ആശംസിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ, നാരായണ നാരായണ നാരായണ.